കാലു നാലുമൊരുമിച്ചെറിഞ്ഞു തല പൊക്കിയാഞ്ഞൊരു കുതിക്കലാൽ 4 നാഴിക വഴിക്കുമേൽ ഖുരമടിച്ചടിച്ചു പുനരങ്ങനെ. പാലുപോൽ പതയൊഴുക്കി നീളെ രഥമാർഗമാർക്കുമറിവാൻ വഴിച്ചാലുതീർത്തിതു തുരംഗമങ്ങൾ ചതുരംഗമങ്ങളതിഭംഗിയിൽ. വിദ്വാൻ PG നായർ എഴുതിയ നളോദയം മഹാകാവ്യത്തിലെ ഒരു ശ്ലോകമാണ് ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തൃശ്ശൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശി ആരാധ്യ S വാര്യർ. വിദ്വാൻ PG നായർ 1970 ഈ മഹാകാവ്യം എഴുതി പൂർത്തിയാക്കിയത്. അതിൽ 20ാമത്തെ സർഗത്തിലെ കുസുമമഞ്ജരി വൃത്തത്തിലുള്ള ശ്ലോകമാണ് എടുത്തിട്ടുള്ളത്. നളോദയം മഹാകാവ്യം നളദമയന്തി കഥ തന്നെയാണ്. ദമയന്തിയെ ഉപേക്ഷിച്ച ശേഷം ബാഹുകൻ്റെ രൂപത്തിൽ ഋതുപർണൻ്റെ രാജധാനിയിൽ ജീവിച്ചു വരുന്ന നളൻ ദമയന്തിയുടെ വിവാഹ വാർത്തയറിഞ്ഞ് കുണ്ടിനപുരിയിലേക്ക് പോകുന്ന ഋതുപർണൻ്റെ സാരഥിയായി തേർ തെളിച്ച് പോകുന്നതാണ് രംഗം. രഥവേഗമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാലു നാലുമൊരുമിച്ചെറിഞ്ഞു തല പൊക്കിയാഞ്ഞൊരു കുതിക്കലാൽ 4 നാഴിക വഴിക്കുമേൽ ഖുരമടിച്ചടിച്ചു പുനരങ്ങനെ. കാലു നാലും ഒരുമിച്ചെറിഞ്ഞ് തലപൊക്കി ആഞ്ഞൊരു കുതിക്കലാൽ 4 നാഴിക വഴിക്കുമേൽ. ഒരു കുതിക്കൽ കൊണ്ട് 4 നാഴികയാണ് കഴിയുക. 4 നാഴിക എന്ന് വെച്ചാൽ ഒരു ദൂരം. ആ 4 നാഴിക കഴിഞ്ഞാണ് പിന്നീട് കുതിരകളുടെ കുളമ്പ്, ഖുരംച്ച കുളമ്പ് നിലത്ത് തൊടുന്നുള്ളൂ. വീണ്ടും കുതിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് പാലുപോൽ പതയൊഴുക്കി നീളെ. കുതിരകളുടെ അധ്വാനം കൊണ്ട് വായിൽ നിന്നുണ്ടാവുന്ന പത ഇങ്ങനെ വഴി നീളെ വീഴുകയാണ്. പാലുപോൽ പതയൊഴുക്കി നീളെ രഥമാർഗം ആർക്കും അറിവാൻ. ആ വഴി അത് പത വീണേക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ രഥം ഏത് വഴിക്കാണ് പോയിട്ടുള്ളത് എന്നറിയാൻ കഴിയും. അങ്ങനെ വഴിച്ചാല് തീർത്താണ് ഈ രഥം മുന്നോട്ട് പോകുന്നത്. ആ രഥം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുതിരകളോ ചതുരംഗമങ്ങൾ. തുരംഗമങ്ങളാണ് കുതിരകൾ. തുരംഗമങ്ങൾ ചതുരംഗമങ്ങൾ അതിഭംഗിയിൽ. കുതിരകൾ വളരെ ചതുരതയോടുകൂടി ഗമിക്കുന്ന ആ കുതിരകൾ ഈ രഥം അത്രയും വേഗത്തിൽ എത്തിക്കാനായി പാഞ്ഞു പോകുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അവസാനത്തെ വരിയിലെ തുരംഗമങ്ങൾ ചതുരംഗമങ്ങൾ അതിഭംഗിയിൽ എന്നിടത്തെ ആ ആവർത്തനം ഇതിലെ ഒരു പ്രത്യേകത, ഈ ശ്ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാലു നാലുമൊരുമിച്ചെറിഞ്ഞു തല പൊക്കിയാഞ്ഞൊരു കുതിക്കലാൽ 4 നാഴിക വഴിക്കുമേൽ ഖുരമടിച്ചടിച്ചു പുനരങ്ങനെ. പാലുപോൽ പതയൊഴുക്കി നീളെ രഥമാർഗമാർക്കുമറിവാൻ വഴിച്ചാലുതീർത്തിതു തുരംഗമങ്ങൾ ചതുരംഗമങ്ങളതിഭംഗിയിൽ.